ഓം ശാന്തി. ഞാൻ ഏകാഗ്രതയോടെ എന്നെ തന്നെ കാണുന്നു. ഈ ദേഹത്തിൽ വിരാജമാനായ ഞാൻ ഒരു ചേതനാത്മാവാണ്. മഹാജ്യോതി ശിവബാബ ആത്മീയ ദീപമാണ്. ആത്മീയ ദീപമായ ശിവബാബയിൽ ഞാൻ ഒരു ഈയാമ്പാറ്റയായി സമർപ്പിതമാകുകയാണ്. ഞാൻ അതേ കൽപ്പം മുമ്പത്തെ ശ്രേഷ്ഠാത്മാവാണ്. ആരാണോ ആത്മീയ ദീപമായ ബാബയുടെ പിറകെ സമർപ്പിതമാകുന്നത്, ഞാൻ ഒരു ഈയാമ്പാറ്റ ശിവദീപനാളത്തിൽ സമർപ്പണമാകുന്നു. ശരീരവും മനസ്സും സംബന്ധവും സങ്കല്പവും സമയവും ശ്വാസവും സർവ്വതും ബാബയ്ക്ക് അർപ്പിതമാക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണമാകുന്നു. ആത്മീയ ദീപത്തിൽ അർപ്പിതമായ ഞാൻ സത്യമായ ഈയാമ്പാറ്റയാണ്. സർവ്വതും ബാബയിൽ അർപ്പിച്ച് ദേഹഭാനം മറന്ന് വിദേഹി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ വിദേഹി ആത്മാ, ആത്മീയ ദീപശിഖ പരമാത്മാ. എന്റെ മനോമുഖരത്തിൽ മറ്റൊന്നും കാണുന്നില്ല. ദിവ്യ നേത്രത്തിനു മുന്നിൽ കേവലം ഒരു സുപ്രീം ലൈറ്റ് ശിവദീപം. ശിവദീപത്തിൽ നിന്നും പ്രസരിക്കുന്ന പവിത്രതയുടെ പ്രകാശത്തെ ഞാൻ എന്നിലേക്ക് സമാഹരിക്കുന്നു. പരമാത്മാ സുപ്രീം ലൈറ്റിലൂടെ എൻ്റെ പഴയ സംസ്കാരങ്ങൾ കത്തി ഭസ്മമാകുന്നു. ആത്മാവിൽ ബാക്കിയായിരിക്കുന്ന വികാരങ്ങളുടെ അംശവംശം സമാപ്തമാകുന്നു. ജന്മജന്മങ്ങളിലെ വികർമ്മങ്ങളുടെ ഭാരം ഇറങ്ങിപ്പോകുന്നു. ഞാൻ ആത്മാ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നു. സർവ പഴയ സംസ്കാരങ്ങളും യോഗാഗ്നിയിൽ കത്തി ഭസ്മമാകുന്നു. പഴയ സംസ്കാരങ്ങൾ സമ്പൂർണ്ണ പരിവർത്തനമായി ഞാൻ ആത്മാ റിയൽ ഗോൾഡ് ആകുകയാണ്. ഞാൻ ദൈവീ സംസ്കാരങ്ങൾ ധാരണ ചെയ്തിരിക്കുന്നു. ഞാൻ ശ്രേഷ്ഠാത്മാവാണ്. ആത്മീയ ദീപത്തിൽ ഈയാമ്പാറ്റയെ പോലെ കത്തി ഭസ്മമാകുന്ന കോടികളിലും ചിലരായ ശ്രേഷ്ഠാത്മാവാണ്.
ഞാൻ സത്യമായ ഈ ആമ്പാറ്റയാണ്. അണയാത്ത ദീപമായ ബാബയിൽ ഞാൻ സമർപ്പണമാകുന്നു. ഈ സമർപ്പണ ഭാവത്തിൻ്റെ ഓർമ്മ ചിഹ്നമായി ദീപാവലി ആഘോഷിക്കുന്നു. ബാബ എൻ്റെ ആത്മജ്യോതി തെളിയിച്ചിരിക്കുന്നു. നിർവാണധാമത്തിൽ നിന്നും ഞാൻ എങ്ങനെ വന്നു? ഞാൻ ആരാണ്? എന്താണ് ചെയ്യുന്നത്? എങ്ങനെ രാവണന്റെ മേലെ വിജയം പ്രാപിക്കുന്നു? ഇതെല്ലാം ഇപ്പോൾ എനിക്കറിയാം. ദസറയ്ക്ക് ശേഷം ഭാരതവാസികൾ ദീപാവലി ആഘോഷിക്കുന്നു. ഇത് ദേവതകളുടെ പട്ടാഭിഷേകത്തിൻ്റെ സ്മരണയാണ്. ഈ ആമ്പാറ്റകൾ ജ്യോതിക്കു ചുറ്റും വട്ടമിട്ട് പറന്ന് പിന്നീട് സമർപ്പണമാകുന്നു. അതുപോലെ ആത്മാക്കളും വലിയ ജ്യോതിയിൽ ലയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു പ്രിയതമനാണ്. ബാക്കി എല്ലാവരും പ്രിയതമകളുമാണ്. എല്ലാവരും ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. ഇവിടെ ബാബയാകുന്ന വഴിയാത്രക്കാരൻ വന്ന് എല്ലാവരെയും സദോപ്രധാനമാക്കുന്നു. ഞാനിപ്പോൾ ത്രികാലദർശിയായി. എനിക്കുള്ള ഏറ്റവും നല്ല ടൈറ്റിലാണ് സ്വദർശന ചക്രധാരി. ഞാൻ ബാബയെ മനസ്സിലാക്കി ശരീരത്തെ മറന്ന് എല്ലാം സേവനത്തിൽ ഉപയോഗിക്കുന്നു. ബാബ തന്നെയാണ് എല്ലാവരെയും മുക്തമാക്കുന്നത്. ഭാരതം നമ്പർ 1 ഉയർന്ന ഭൂമിയാണ്. ബാബ പറയുന്നു, എൻ്റെ ജന്മഭൂമിയാണിത്. ബാബ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഞാൻ ജ്ഞാനയോഗ ബലത്തിലൂടെ വിശ്വത്തെ സ്വർഗമാക്കുന്ന സേവനം ചെയ്യുന്നു. മറ്റെല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകുന്നു. ഓർമ്മയിലൂടെ ശക്തി ലഭിക്കുന്നു. രൂപവസന്തായി മാറി മുഖത്തിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ വരണം. സേവനത്തിൻ്റെ ഉണർവിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ സ്മൃതി ഉണർത്തി കൊടുക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ കാര്യം ചെയ്യുന്നു. സത്യമായ പ്രിയതമയായി ഒരേ ഒരു പ്രിയതമനിൽ സമർപ്പണമാകുന്നു. അതായത് ബലിയർപ്പണം ചെയ്യുന്നു. അപ്പോഴേ സത്യമായ ദീപാവലി ഉണ്ടാവുകയുള്ളൂ. ബാബ വരദാനം തന്നിരിക്കുന്നു. വിശ്വമഹാരാജാവെന്ന പദവി പ്രാപ്തമാക്കുന്നവനും സർവശക്തികളുടെയും ശേഖരണത്താൽ സമ്പന്നനുമായി ഭവിക്കൂ.
വിശ്വമഹാരാജാവാകുന്ന ആത്മാക്കളുടെ പക്കൽ ഇപ്പോൾ മുതലേ എല്ലാ ശക്തികളുടെയും സ്റ്റോക്ക് ധാരാളമായി ഉണ്ടാകുന്നു. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ശരീരം, മനസ്സ്, ധനം, സമയം, ശ്വാസം എല്ലാം വിശ്വമംഗള കാര്യത്തിൽ സഫലീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദുർബലത പോലും ഉണ്ടെങ്കിൽ അത് അനേക വിശേഷതകളെ സമാപ്തമാക്കുന്നു. അതിനാൽ ഇപ്പോൾ ബലഹീനതകളെ സമാപ്തമാക്കൂ. ലൈറ്റുമായിട്ട് സമ്പന്നമായി മാറി ശുഭഭാവന, ശുഭകാമന, ശ്രേഷ്ഠ വൃത്തി, ശ്രേഷ്ഠ വൈബ്രേഷൻ എന്നിവയിലൂടെ അനേക ആത്മാക്കളുടെ സേവനം ചെയ്യുന്നു. ഓം ശാന്തി.